ഹലോ എവരിവൺ, കുറച്ച് കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാം ഉപകാരപ്പെടുന്നത് തന്നെയാണ്. ആദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ചട്ടികളിൽ കൊടുത്തിട്ടുള്ള പെയിൻറ്റ് ഏതാണെന്നുള്ളതാണ്. ഞാൻ അടിച്ചിരിക്കുന്ന പെയിൻറ്റ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സിഗ്നൽ റെഡ് എന്ന് പറയുന്ന എക്സ്റ്റീരിയർ പെയിൻറ്റാണ്. ഇത് ഈ ഒരു സിഗ്നൽ റെഡ് എന്ന് പറയുന്ന പേര് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റെഡ് കളർ കിട്ടും. നമ്മുടെ ഈ ഒരു മൺചട്ടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നിയിട്ടുള്ളൊരു കളർ ഇതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡെൻഡ്രോബിയം കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഏതൊരു ചട്ടിക്കും ഇത് കൊള്ളാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ രണ്ടാമത് വന്നിട്ടുള്ള കമൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കരി നമ്മൾ യൂസ് ചെയ്യുന്ന വലിയ ടൈപ്പ് കരിയാണ്. നമുക്ക് കിട്ടാറുള്ളത് ചെറിയ കരികളാണ്. കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ചെറിയ തരികളായിട്ടുള്ള കരികളാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് വലിയ കരികളാണ്. നമ്മുടെ ഈ ഒരു ഓർക്കിഡ്സിന് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടാനായിട്ട്, നന്നായിട്ട് വായു സഞ്ചാരം കിട്ടാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ വലിയ കരികൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കരി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വാങ്ങിക്കുന്നത്, ഇപ്പോൾ നിലവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കനകക്കുന്നിലുള്ള ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒരു ഷോപ്പുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ നഴ്സറിയും വളങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്കിപ്പോൾ കിട്ടുന്നത് ഇങ്ങനത്തെ വലിയ പീസ് കരികളാണ്. അത് വന്നിട്ട് കിലോയ്ക്ക് ഒരു 60 രൂപയൊക്കെ അവിടെ ചാർജ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ കുറഞ്ഞ ഇതിൽ നമുക്ക് ഈ കരിക്കടകളുണ്ട്. അതായത് ഈ ചാലയിലൊക്കെ നമുക്ക് ഇവിടെ തിരുവനന്തപുരം ഭാഗത്തുള്ള കാര്യമാണ് പറയുന്നത്. ചാല മാർക്കറ്റിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് അകത്തായിട്ട് നമുക്ക് കരിക്കടകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വലിയ സ്കെയിലായിട്ട് കരി വിൽക്കുന്ന കടകളാണ്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 1 കിലോയ്ക്ക് ഒരു 50 രൂപ ആ ഒരു റേറ്റിലൊക്കെ, 50 രൂപ 40 രൂപ. ഞാൻ ഇപ്പോൾ പോയിട്ട് കുറേ നാളായി. അന്നൊക്കെ എനിക്ക് കിട്ടിയത് കുറേ നാൾ മുമ്പാണ്. അന്നൊക്കെ നമ്മൾ ഒരു ചാക്കൊക്കെ, ഒരു 50 കിലോയുടെ ചാക്കൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു 50 രൂപയ്ക്ക് വെച്ചാണ്. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ഒരു 60 രൂപ വെച്ചാണ്. ഒരു 10 രൂപ കൂടുതലാണ് നമ്മുടെ കനകക്കുന്നിൽ. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യമൊക്കെ വാങ്ങിക്കാൻ ഇപ്പം നമുക്ക് കുറച്ചൊക്കെ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. നമുക്ക് അപ്പോൾ എന്തായാലും കരിയുടെ റേറ്റ് അവിടെ ആണെങ്കിൽ 60 രൂപയാണ്. ഏകദേശം ഒരു 50-60 ഇടയിൽ നമുക്ക് കിട്ടും. കരിക്കടകളിൽ നമുക്ക് വലിയ കരികൾ കിട്ടും. പിന്നെ നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം എല്ലാ ദിവസവും വെള്ളം കൊടുക്കണമെന്നുള്ളതാണ്. എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം. ഞാനിവിടെ വളം കൊടുക്കുന്ന ദിവസങ്ങളിൽ വെള്ളം കൊടുക്കാറില്ല. കാരണം വളരെ ഡൈല്യൂട്ടായിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള വളങ്ങളാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളം കൊടുക്കുന്ന ദിവസം വേറെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കില്ല, വളം മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ ദിവസവും നമ്മൾ വെള്ളം കൊടുക്കും. പിന്നെ മഴ സമയത്ത് ഒന്നരാടം വിട്ടൊക്കെ കൊടുക്കാറുള്ളൂ. അത് മഴ പെയ്യുന്നതനുസരിച്ച് ചില ചെടികൾ മഴയത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഷെഡിൽ നിൽക്കുന്നത് മഴ തണുപ്പൊക്കെ അനുസരിച്ച് ഒരു ഒന്നരാടം വെച്ചൊക്കെ കൊടുക്കാറുള്ളൂ. ഒരു ദിവസം ഗ്യാപ്പൊക്കെ എടുത്താണ് കൊടുക്കുന്നത്. ഫെലനോപ്സിസിനും അതൊക്കെയാണ് നല്ലത്. കാരണം നമ്മൾ മഴ സമയത്ത് ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മഴക്കാല പരിചരണമാണ്. ഇപ്പം മഴ കുറഞ്ഞു, ഇവിടെയൊക്കെ മഴ കുറവാണ് ഇപ്പം. എന്നിരുന്നാലും മഴയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, മഴ നനയാതെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ മഴ നനയുന്നിടത്താണ് ചെടി ഇരിക്കുന്നതെങ്കിൽ ഒരാഴ്ചയിലൊരിക്കലൊക്കെ ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. മാക്സിമം മഴ നനയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മുടെ ഈ ഓർക്കിഡ് വെച്ചേക്കുന്ന സ്റ്റാൻഡ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചതല്ല, നമ്മൾ ചെയ്യിച്ചതാണ്. കമ്പി എടുത്തിട്ട് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെപ്പ് മോഡലാണ്. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്തിരിക്കണതെന്നും കൂടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അത് കുറച്ച് നാളായി. അത് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. സിമ്പിളാണ്, വളരെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. സ്റ്റെപ്പ് ആയിട്ട് ഒരു 3 വരിയുള്ള സ്റ്റെപ്പായിട്ടാണ് ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. വേറെ ഒരെണ്ണം 4 വരിയുള്ള സ്റ്റെപ്പും. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മളൊരു കോർണറിൻ്റെ പീസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും ഈ സെയിം പാറ്റേൺ തന്നെ നമ്മുടെ ആ ഒരു ചട്ടിയുടെ അളവ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പൊക്കം വിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് പാറ്റേണിലാണ്. അതാകുമ്പോൾ നമുക്ക് ഓരോ ചട്ടിയും നമുക്ക് എടുത്തെടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് മാറി നമ്മൾ ആദ്യം ഹാങ് ചെയ്തിട്ടേക്കായിരുന്നു. ഹാങ് ചെയ്തിടുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഒറ്റ ഒരു വരി മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഒരു 10 എണ്ണം മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിലോട്ട് മാറ്റിയപ്പോൾ നമുക്ക് ഓരോ ചെടിയും ഓരോന്നായിട്ട് എടുത്തെടുത്ത് നമുക്ക് ഡിസ്പ്ലേ കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഒരു 10 ചെടി നിന്നെടുത്ത് നമുക്കൊരു 40 ചെടി നമുക്ക് സെറ്റ് ചെയ്യാതെ വെക്കാനായിട്ട് പറ്റി. പിന്നെ നമുക്ക് വന്നിട്ട് സ്റ്റാൻഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റാണ്. ഒരു 10 എണ്ണം ഉള്ള ഒരു പോസ്റ്റും
6 പോസ്റ്റുമാണ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു ചട്ടി നിൽക്കുന്ന സ്ഥലത്ത് നമുക്കൊരു 6 പ്ലാന്റ് അല്ലെങ്കിൽ 10 പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വളങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും അതേ കണക്ക് തന്നെ പുതിയ റീപോർട്ടിങ്ങിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. നമ്മുടെ ഗാർഡൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അതൊക്കെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു 3-4 വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.